കോഴിക്കോട് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് നടന്ന മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് ഉദ്ഘാടനത്തിന് പിന്നാലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നേരെ നഴ്സുമാരുടെ വൻ പ്രതിഷേധം. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രി നഴ്സുമാരാണ് മന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് നേരെ കൂക്കിവിളിയുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ദിവസങ്ങളായി തുടരുന്ന നഴ്സുമാരുടെ കുത്തിയിരിപ്പ് സമരപ്പന്തലിന് മുന്നിലൂടെ മന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോഴായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നഗരവികസനത്തിന്റെ ആവേശം പങ്കുവയ്ക്കാനെത്തിയ മന്ത്രിയും സംഘവും അപ്രതീക്ഷിത പ്രതിഷേധത്തിൽ അമ്പരന്നു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിലെത്തിയത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പം MLA തോട്ടത്തിൽ രവീന്ദ്രൻ, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. റോഡ് ഷോ സമരപ്പന്തലിന് അരികിലെത്തിയപ്പോൾ സമരക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മന്ത്രി ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. എന്നാൽ ഈ നീക്കത്തിന് വലിയ പ്രതിഷേധമാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. ആവേശത്തോടെ കൈവീശിയ മന്ത്രിക്ക് നേരെ നൂറുകണക്കിന് നഴ്സുമാർ ഒരേ സ്വരത്തിൽ കൂക്കി വിളിച്ചു. പ്രതിഷേധം കനത്തതോടെ അന്തരീക്ഷം സങ്കീർണമായെങ്കിലും മന്ത്രി പതറാതെ പുഞ്ചിരിയോടെ തന്നെ റോഡ് ഷോ തുടരുകയായിരുന്നു. കൂക്കിവിളികൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം മുന്നോട്ടു പോയി. എന്നാൽ സമരക്കാരുടെ ഭാഗത്തു നിന്ന് മുദ്രാവാക്യം വിളികളും പ്രതിഷേധവും മിനിറ്റുകളോളം നീണ്ടുനിന്നു. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ കടുത്ത നിലപാടുകൾക്കെതിരെയും സർക്കാർ തുടരുന്ന മൗനത്തിനെതിരെയുള്ള നഴ്സുമാരുടെ കടുത്ത രോക്ഷമാണ് ഇതിലൂടെ പുറത്തു വന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാതെ ആഘോഷങ്ങൾ നടത്തുന്നതിനോടുള്ള വിയോജിപ്പാണ് അവർ പ്രകടിപ്പിച്ചത്. മിനിമം വേതനം 40,000 രൂപയായി വർദ്ധിപ്പിക്കാമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തയ്യാറാകാത്തതാണ് ഈ വലിയ സമരത്തിലേക്ക് നയിച്ചത്. നിലവിൽ ലഭിക്കുന്ന വേതനം ജീവിത ചെലവുകൾക്ക് ഒട്ടും പര്യാപ്തമല്ലെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ 500ഓളം നഴ്സുമാർ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. നഴ്സുമാരുടെ പണിമുടക്ക് ആരംഭിച്ചതോടെ മലബാർ മേഖലയിലെ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളുടെയും പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലായിരിക്കുകയാണ്. അത്യാഹിത വിഭാഗങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് സമരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രമുഖ ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. OP വിഭാഗങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുമ്പോഴും പരിചരിക്കാൻ നഴ്സുമാരില്ലാത്ത അവസ്ഥ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. രോഗി പരിചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് നഴ്സുമാരെയും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും സമരമല്ലാതെ മറ്റു വഴിയില്ലെന്ന് അവർ പറയുന്നു. സർക്കാർ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു പരിഹാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല. മിനിമം വേതനം നടപ്പിലാക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. എന്നാൽ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റുകൾ പിന്നോട്ട് പോവുകയാണ്. കോവിഡ് കാലത്ത് മാലാഖമാർ എന്ന് വിളിച്ച് ആദരിച്ചവർ ഇന്ന് തെരുവിൽ നീതിക്കായി കേഴുമ്പോൾ അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ക്രൂരതയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. മന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം ഈ അവഗണനയ്ക്കെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ റോഡ് ഷോയ്ക്കിടെ ഉണ്ടായ ഈ സംഭവം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കിടയിലും സാധാരണക്കാരുടെ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകുന്നു എന്നതിന്റെ സൂചനയാണത്. സമരം ഒത്തുതീർപ്പാക്കാൻ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. 40,000 രൂപ എന്നത് നഴ്സുമാരുടെ അവകാശമാണെന്നും അതിൽ കുറഞ്ഞൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറായില്ലെന്നും സമരസമിതി ആവർത്തിച്ച് വ്യക്തമാക്കി. സമരം തുടരുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളാണ് ഈ ശീതയുദ്ധത്തിനിടയിൽ കഷ്ടപ്പെടുന്നത്. പലരും സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും സൗകര്യങ്ങൾ പരിമിതമാണ്. കോഴിക്കോട് ജില്ലയിലെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിഷേധം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ നഴ്സിംഗ് സംഘടനകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള തീവ്ര സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ആശുപത്രികൾ സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്കും നയിച്ചേക്കാം. അത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റോഡുകൾ മാത്രമല്ല, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷയും ക്ഷേമവുമാണെന്ന് സമരക്കാർ ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ കണ്ണീർ കാണാതെ പോകുന്ന ഭരണകൂടത്തിന് നേരെയും ഇനിയും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. റോഡ് ഷോ അവസാനിച്ചുവെങ്കിലും നഴ്സുമാരുടെ കൂക്കുവിളി നഗരത്തിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്. സമരം ഒത്തുതീർപ്പാക്കുന്നതുവരെ സമരപ്പന്തലിൽ നിന്ന് പിന്മാറില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഓരോ നഴ്സും. ഈ വിഷയത്തിൽ സർക്കാരും മാനേജ്മെന്റും എത്രയും വേഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യരംഗം മുമ്പെങ്ങും ഇല്ലാത്ത വിധം സ്തംഭിക്കുമെന്നത് ഉറപ്പാണ്. മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണെന്നാണ് സമരക്കാരുടെ പക്ഷം.